ഇന്ത്യക്കാരുടെ ഫാദർലാൻഡ് ഇസ്രായേൽ ആണോ? അങ്ങനെ നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് സത്യാവസ്ഥ? നമുക്ക് നോക്കാം. 2017 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ ഔദ്യോഗികമായി സന്ദർശിച്ചു. ഇത് ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമായിരുന്നു. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ഇസ്രായേൽ സന്ദർശിച്ചത്. ആ സന്ദർശനത്തിനിടെ അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും കൂടിക്കാഴ്ച നടത്തി. ഇത് 2017 കഥ. ഇനി 2026 ഫെബ്രുവരി 25-26 തീയതിയിൽ പിന്നെയും മോദി ഇസ്രായേൽ സന്ദർശിച്ചു. എന്തിനാണെന്നോ? നെസറ്റ്, അതായത് ഇസ്രായേൽ പാർലമെന്റിൽ വെച്ച് നരേന്ദ്രമോദിക്ക് സ്പീക്കർ ഓഫ് ദ നെസറ്റ് മെഡൽ നൽകി ആദരിച്ചു. ഇത് ഇസ്രായേൽ പാർലമെന്റിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ്. ഇതാരാണ് നൽകിയതെന്ന് വെച്ചു കഴിഞ്ഞാൽ നെസറ്റ് സ്പീക്കർ അമീർ ഒഹാന. സ്ഥലം ജെറുസലേം. തീയതി 25 ഫെബ്രുവരി 2026. ഇന്ത്യ ഇസ്രായേൽ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള അംഗീകാരമായിട്ടാണ് ഈ മെഡൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മോദി മുമ്പ് 2018 സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ നൽകുന്ന ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ എന്ന ഉയർന്ന ബഹുമതിയും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലും പാലസ്തീനും രണ്ടും ആദരിച്ച അപൂർവം നേതാക്കളിൽ ഒരാളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ സന്ദർശനത്തിനിടെ അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് പ്രതിരോധം, കൃഷി, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നതായിരുന്നു ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ യാത്രക്കിടെ ഇസ്രായേലിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ ജൂത സമൂഹത്തോടും മോദി സംസാരിച്ചിരുന്നു. അവരെ അഭിസംബോധന ചെയ്ത പ്രസംഗത്തിലാണ് പിന്നീട് വലിയ വിവാദമായ ഒരു വാചകം അദ്ദേഹം പറഞ്ഞത്. മോദി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇസ്രായേൽ മേ ബി യുവർ ഹോംലാൻഡ്, ബട്ട് ഇന്ത്യ വിൽ ഓൾവേസ് റിമെയിൻ യുവർ ഫാദർലാൻഡ്. Israel is that fatherland and India their motherland. ഇത് പറഞ്ഞത് ഇസ്രായേലിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ ജൂതരെ കുറിച്ചാണ്. ഇവരിൽ പലരുടെയും പൂർവികർ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലും കേരളത്തിൽ നിന്നുമാണ് ഇസ്രായേലിലേക്ക് കുടിയേറിയത്. അതായത് മോദി പറയാൻ ഉദ്ദേശിച്ചത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഇസ്രായേൽ അവർ ഇപ്പോൾ ജീവിക്കുന്ന രാജ്യം, അതായത് അവരുടെ ഹോംലാൻഡും, പക്ഷെ അവരുടെ പൂർവികരുടെ നാട് ഇന്ത്യയുമാണ്. അതുകൊണ്ടാണ് ഫാദർലാൻഡ് എന്ന് എടുത്തു പറഞ്ഞത്. എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഈ പ്രസംഗത്തിന്റെ പൂർണ്ണ പശ്ചാത്തലം ഒഴിവാക്കി വാക്കുകളുടെ ഒരു ഭാഗം മാത്രം എടുത്ത് പ്രചരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ചിലർ തെറ്റിദ്ധരിച്ചത്. മോദി ഇന്ത്യക്കാരോട് ഇസ്രായേലാണ് ഫാദർലാൻഡ് എന്ന് പറഞ്ഞു എന്ന രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നത്. പക്ഷേ പൂർണ്ണ പ്രസംഗം പരിശോധിച്ചാൽ അത് ശരിയല്ല എന്ന് വ്യക്തമാണ്. അതിനാൽ ഈ വിഷയത്തിന്റെ സത്യം വളരെ വ്യക്തമാണ്. മോദി പറഞ്ഞത് ഇസ്രായേൽ അവരുടെ ഹോംലാൻഡ് ആണ്, പക്ഷേ അവരുടെ പൂർവികരുടെ നാട് ഇന്ത്യയാണ് എന്നാണ്. പക്ഷേ പ്രസംഗത്തിന്റെ കോണ്ടെക്സ്റ്റ് ഒഴിവാക്കി വാക്കുകൾ മാത്രം എടുത്ത് പ്രചരിപ്പിക്കുന്നതിനാലാണ് പിന്നീട് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ വാചകവും വിശ്വസിക്കുന്നതിന് മുന്നേ അതിന്റെ പൂർണ്ണ പശ്ചാത്തലം പരിശോധിക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും.